أعوذ بالله من الشيطان الرجيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز صدق الله أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും ശരിയായി അറിഞ്ഞ് ഗ്രഹിച്ച് മതിയായ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ അതിനെ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുകയും നമ്മുടെ അകവും പുറവും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശരിയായി സമന്വയിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതാണ്. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പ് ഇവിടെ ഒരു പുസ്തകത്തെ സംബന്ധിച്ചുള്ള സൂചന തന്നിരുന്നു. ഇപ്പോൾ ചില വിഷയങ്ങൾ ആ ഒരു പുസ്തകത്തെ സംബന്ധിച്ച് തന്നെ പറഞ്ഞ് അതിൻ്റെ ചില വിശദാംശങ്ങളിൽ നിന്ന് വികസിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞ കാഴ്ചപ്പാടുകളുടെ പരിമിതീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും കൂടിയാണ്. അള്ളാഹു എന്ന സത്തയെ തന്നെ നാം നമുക്ക് ഇഷ്ടമുള്ള മറ്റെന്തോ ആക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നത്. അതിൽ മുഖ്യമായും വംശീയ ദൈവം എന്ന കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരുന്നതിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരുന്നത്. അതോടനുബന്ധമായി തന്നെ മനസ്സിലാക്കാവുന്ന മറ്റു ചില കാര്യങ്ങൾ ഇവിടെ പുസ്തകത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് ചിലപ്പോൾ ഇത് പറയുമ്പം ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ഒരു നോവലാണ്, എൻ്റെ പേര് നെയിം ഓഫ് ദ റോസ് എന്നാണ്. അതൊരു വളരെ അറിയപ്പെടുന്ന വിഖ്യാതനായ ഇറ്റാലിയൻ സാഹിത്യകാരൻ ഉംബർട്ടോ എക്കോ എഴുതിയതാണ്. അദ്ദേഹം ഒരു ചരിത്രകാരനും സാമൂഹ്യ ശാസ്ത്രജ്ഞനും ചിഹ്നശാസ്ത്രജ്ഞനുമൊക്കെയാണ്. ഈ നോവലിന് ഒരു മതകീയമായ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം ആ അർത്ഥത്തിൽ മതത്തിൻ്റെ ഒരു തെറ്റായ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഇത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വായന ഇതിൽ സാധ്യമാണ് എന്നതുകൊണ്ടാണ് അതിവിടെ ആ അർത്ഥത്തിൽ ഉദ്ധരിക്കുന്നത്. ഉംബർട്ടോ എക്കോവിൻ്റെ നോവലിൽ അതൊരാശ്രമത്തിലാണ് ആ കഥ നടക്കുന്നത്. എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ഒരാശ്രമം, ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് ആശ്രമ പ്രസ്ഥാനങ്ങൾ, സന്യാസ സഭകൾ. അതിലേറ്റവും അറിയപ്പെടുന്ന രണ്ട് സഭകൾ, ഒന്ന് ബെനഡിക്റ്റനും മറ്റൊന്ന് ഫ്രാൻസിസ്കനും. ഒരു ബെനഡിക്റ്റൻ സന്യാസാശ്രമത്തിലാണ് കഥ നടക്കുന്നത്. അവിടെ ഒരു ഫ്രാൻസിസ്കൻ സന്യാസി വില്യം ബാസ്കർവിൽ എന്നൊരാൾ വരികയാണ്. അദ്ദേഹം വരുന്നത് സന്യാസി സമൂഹത്തിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട യാത്രക്കിടയിലാണ്. അദ്ദേഹത്തോടൊപ്പം ആദ്സോ എന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമുണ്ട്. ആ ശിഷ്യനാണ് ഈ കഥ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ആശ്രമത്തിൽ അദ്ദേഹം വരുന്നതിന് തൊട്ട് മുമ്പായിട്ടും അദ്ദേഹം ഉള്ളപ്പോൾ അവിടെ ചില അസ്വാഭാവികമായ മരണങ്ങൾ നടന്നു. ഒരാൾ കെട്ടിടത്തിൻ്റെ വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് പാറക്കെട്ടിലിടിച്ച് തല തകർന്നു മരിച്ചു. വേറൊരാൾ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയിൽ കണ്ടെത്തപ്പെട്ടു. മൂന്നാമതൊരാൾ വിഷം അകത്ത് ചെന്ന സ്വഭാവത്തിലാണ് മരിച്ചു കിടന്നത്. ഇങ്ങനെ 4 മരണം അദ്ദേഹം വരുന്നതിന് മുമ്പും 5ാമതൊന്ന് അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ അസ്വാഭാവികമായ മരണം.
അപ്പോൾ ഈ മരണങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താൻ ആ സന്യാസാശ്രമത്തിൻ്റെ മഠാധിപതി ആബോ എന്നാണ് അതിന് പറയാം, ആബോ ഭാസ്കർവില്ലിനെ ചുമതലപ്പെടുത്തി. ഭാസ്കർവിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായൊരു സംഗതി, ബൈബിളിൽ വെളിപാട് എന്നൊരു പുസ്തകം, യോഹന്നാനുണ്ടായ വെളിപാട്, അത് അപ്പോക്കാലിപ്സ് എന്നും അതിനൊരു പേരുണ്ട്. ഈ അപ്പോക്കാലിപ്സിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ, അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ സർവനാശമാണ്, സർവനാശത്തെക്കുറിച്ചുള്ളൊരു പ്രവചനം അതിലുണ്ട്. ആ പ്രവചനത്തെ തുടർന്ന് 7 ദൂതന്മാർ കാഹളം ഊതുന്നതിനെ കുറിച്ചുള്ളൊരു പരാമർശം. ഓരോ ദൂതനും കാഹളം ഊതുമ്പോൾ ഇന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും, ഇന്ന വ്യതിയാനങ്ങളുണ്ടാവും. നമ്മൾ സാധാരണ അലാമാത്തുൽ ഖിയാമ എന്ന് പറയാറുണ്ടല്ലോ, ഇതുപോലുള്ള അലാമാത്ത്. ഇതിൽ ഈ 7 പറയുന്ന മാതൃകയിലാണ് 5 മരണങ്ങളും നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിലുള്ള പ്രവചനങ്ങളോട് സാമ്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഭാസ്കർവിൽ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ അതനുസരിച്ച് 6-ാമത്തെ ആൾ തീയും പുകയും ഏറ്റ് ശ്വാസം മുട്ടിയിട്ടാണ് മരിക്കേണ്ടത്. 7-ാമത്തെ ആൾ കടുത്ത വിഷം അകത്ത് ചെന്നിട്ട്. ഇപ്പോൾ 2 മരണവും കൂടി നടക്കുന്ന ഉറപ്പായി. പക്ഷെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. വെളിപാട് പുസ്തകവുമായുള്ള സാമ്യമെന്ന് പറയുന്നത് വളരെ യാദൃച്ഛികമാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ, ആ സന്യാസാശ്രമത്തിൽ ഒരു കടുത്ത സന്യാസനിഷ്ഠയുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹോർഹെ എന്നാണ്. അദ്ദേഹം അവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന സന്യാസിയാണ്. അദ്ദേഹമാണ് അവിടുത്തെ ഒരു വലിയ ലൈബ്രറി, വളരെ വിഖ്യാതമായൊരു ലൈബ്രറി ഉണ്ട് ആ ആശ്രമത്തിൽ. ആ ലൈബ്രറിയുടെ മേലാളൻ. അദ്ദേഹം പറഞ്ഞതുപോലെ കടുത്ത സന്യാസ നിഷ്ഠ പുലർത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. ആ ലൈബ്രറിയിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. ആ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മരണങ്ങളൊക്കെ നടന്നത്. പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരിസ്റ്റോട്ടിലിൻ്റെ പൊയറ്റിക്സ് എന്ന പുസ്തകത്തിൻ്റെ 2-ാം ഭാഗം. പൊയറ്റിക്സ് എന്നത് അരിസ്റ്റോട്ടിൽ കാവ്യമീമാംസയെക്കുറിച്ച് എഴുതുന്ന പുസ്തകമാണ്. അതിൽ അദ്ദേഹം 3 തരത്തിലുള്ള കവിതകളും നാടകങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ട്രാജഡിയാണ്, 2-ാമത്തത് കോമഡിയും, 3-ാമത്തത് എപ്പിക്കുമാണ്. പക്ഷെ പൊയറ്റിക്സ് എന്ന നമുക്ക് ലഭ്യമായിട്ടുള്ള അറിയപ്പെടുന്ന അരിസ്റ്റോട്ടലിൻ്റെ പുസ്തകത്തിൽ ട്രാജഡിയെക്കുറിച്ച് മാത്രമേ വിശദീകരിക്കുന്നു. ഇതിനൊരു 2-ാം ഭാഗമുണ്ട് എന്ന് പറയപ്പെടും. അതിൽ കോമഡിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രതി ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇതാരും വായിക്കാതിരിക്കാൻ വേണ്ടി ഹോർഹെ ഇത് ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിച്ചു വെക്കുക മാത്രമല്ല, ഒരാളും ഇത് വായിക്കരുത് എന്ന തീരുമാനത്തിന്മേൽ ആ പുസ്തകത്തിൻ്റെ താളുകളിലൊക്കെ വിഷം പുരട്ടി വെച്ചു. ഇതിൽ 1-ാമത്തെ ആൾ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ മുഴുവനും മരണം ഈ വിഷം കാരണം നടന്നതാണ്. 1-ാമത്തെ ആൾ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതാണ്. ബാക്കിയുള്ളവരൊക്കെ ഈ വിഷം തീണ്ടിയിട്ടാണ് മരിച്ചത്. ഇത് ഭാസ്കർവിൽ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ചില പശ്ചാത്തലങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു സന്യാസാശ്രമമാണ്, പക്ഷെ അങ്ങേയറ്റം ധാരാളിത്തം നിറഞ്ഞ, ഇത് മതസങ്കല്പങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് പിൽക്കാലത്തുണ്ടായിട്ടുള്ളൊരു വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സന്യാസ ജീവിതം തുടങ്ങുന്നത് ആ സമയത്ത് വളരെ പരുക്കനായിട്ടുള്ളൊരു ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. ചില ആളുകൾ ഒരു സന്യാസിനിയെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അവർ ആളെ കൊണ്ട് വെറുപ്പിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ചീത്ത കേൾക്കണം. അതാണ് അവരുടെ ഒരു ആധ്യാത്മിക ആനന്ദം എന്ന് പറയുന്നത്. നിങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞതാണ്. വലാ യഖാഫൂന ലൗമത ലായിം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കുമ്പോൾ അതിനെ പേടിക്കാത്തവർ. ആക്ഷേപിക്കുമെന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാകണമെങ്കിൽ ചീത്ത കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇവരെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്? അതുകൊണ്ട് എവിടെയും ചെന്നിട്ട് ആളുകളെ വെറുപ്പിക്കും, ചീത്ത വാങ്ങും. ഒരു ദിവസം ആരുടെങ്കിലും ചീത്ത കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. സത്യത്തിൽ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാകും. മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി നിങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതേസമയം എന്നെ പ്രതി ആക്ഷേപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ആളെ കൊണ്ട് വെറുപ്പിക്കലല്ല. പക്ഷെ ഇവരതിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആ അർത്ഥത്തിൽ അക്ഷരത്തിൽ നിന്ന് ആശയം മനസ്സിലാക്കുക, അതിനപ്പുറം വേറെ പശ്ചാത്തലത്തിലേക്കോ
അല്ലെങ്കിൽ അതിൻ്റെ സിദ്ധാന്തത്തിലേക്കോ തത്വത്തിലേക്കോ ഒന്നും പോകാതിരിക്കുക. ഇതിൽ നിന്നാണ് ചീത്ത കേൾക്കണം. വേറെ ചില ആളുകൾ സ്വയം പുറമൊക്കെ ചാട്ടവാറുകൊണ്ട് തല്ലിപ്പൊളിക്കും. കാരണം എന്തെന്നാൽ നിങ്ങളിൽ പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശുക്രിസ്തു ഒരുപാട് പീഡ സഹിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്തു എന്തിനു വേണ്ടിയാണ് പീഡ സഹിച്ചത്? ഈ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെ നന്നാക്കുവാനും ലോകത്ത് നീതി സ്ഥാപിക്കുവാനും വേണ്ടിയാണ് ക്രിസ്തു പീഡ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ആ നീതി സ്ഥാപിക്കുക എന്നത് അങ്ങോട്ട് വിടുക, പിന്നെ പീഡ ഏൽക്കലേ ഉള്ളൂ. അതുകൊണ്ട് സ്വയം പുറം തല്ലിപ്പൊളിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ. ഈ നിലപാടുകളുടെ ഫലമായിട്ട് ഒരു യഥാർത്ഥ ദൈവവിശ്വാസമുള്ള യഥാർത്ഥ സമൂഹം ഈ ജീവിതത്തിൽ എന്തൊക്കെ പരിവർത്തനങ്ങളാണോ വരുത്തേണ്ടത് അതിൽ നിന്നൊക്കെ പുറകോട്ട് പോവുക. ആശ്രമം വളരെ സമ്പന്നമായിരിക്കെ തന്നെ ചുറ്റിലും ജീവിക്കുന്ന ആളുകൾ പരമദരിദ്രരായിരുന്നു എന്നാണ് ഈ നോവലിൽ പറയുന്നത്. ആ ദരിദ്ര സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേരാണ് ഇതിൽ റോസ്. അതിതൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. റോസും ആത്സോയും തമ്മിൽ പ്രണയത്തിലൊക്കെ ആകുന്നു. അപ്പോഴെന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ മതത്തിൻ്റെ ശരിയായതല്ലാത്ത പ്രയോഗം സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് ജീവിക്കുന്ന സന്യാസിമാർ. അതിൽ തന്നെ ഈ ഹോർഹെ, അയാൾക്ക് കണ്ണ് കാണൂല. മതം തലക്ക് പിടിച്ചാൽ മനുഷ്യൻ എങ്ങനെയായി തീരും എന്നതിൻ്റെ ഉദാഹരണമാണ്. മതം തലക്ക് പിടിച്ചാൽ മനുഷ്യൻ എങ്ങനെയായി തീരും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മാനസിക വ്യതിയാനങ്ങൾ, അതിലേക്ക് നമ്മൾ വരും. ഈ മാനസിക വ്യതിയാനങ്ങൾക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. കാരണം ഒരു കൗൺസിലറും ഒരു സൈക്യാട്രിസ്റ്റും അവരുടെ പക്കൽ വിജയിക്കാൻ പോകുന്നില്ല. അവരെ ബാധിച്ചിരിക്കുന്ന ബാധ മറ്റൊന്നാണ്. ഇതേ സംബന്ധിച്ചുള്ള ശരിയായ തിരിച്ചറിവല്ലാതെ അവർക്ക് വേറെ മരുന്നൊന്നുമില്ല. അപ്പോഴതുകൊണ്ട് ഇങ്ങനെ ആന്ധ്യം ബാധിച്ചിട്ടുള്ള അന്ധനായിട്ടുള്ള ഹോർഹെ, ഇയാൾ ഈ പുസ്തകം ഒളിപ്പിച്ചു വെക്കാൻ എന്താ കാരണം? അതാണ് വിഷയവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചിരിക്കുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ചിരി മദ്യപാനിയുടെ വിനോദവും കർഷകന്റെ ഉന്മാദവുമാണ് എന്നാണ്. കർഷകന്റെ വിനോദവും മദ്യപാനിയുടെ തോന്നിയവാസവുമാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അയാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശുക്രിസ്തു ചിരിച്ചിട്ടില്ല. അതുകൊണ്ട് ചിരിക്കാൻ പാടില്ല, ചിരിക്കുന്നത് തെറ്റാണ്, ഹറാമാണ്. ആകയാൽ ചിരിയെപ്പറ്റി പറയുന്ന, കോമഡിയെക്കുറിച്ചാണല്ലോ അരിസ്റ്റോട്ടലിൻ്റെ ഈ പുസ്തകം, ചിരിയെപ്പറ്റി പറയുന്ന ഈ പുസ്തകം ആരും വായിക്കാൻ പാടില്ല. രണ്ടാമത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ചിരിയെ ഒരു സാമൂഹിക വിപ്ലവ പ്രവർത്തനമായിട്ടാണ് അതിൽ അരിസ്റ്റോട്ടിൽ അടയാളപ്പെടുത്തുന്നത്. വെറുതെ ചിരിക്കുക, അത് പലരും ചിരിക്കും. പക്ഷെ വെറുതെ ചിരിക്കുകയല്ല, ചിരിയെ ഒരു സാമൂഹിക പ്രവർത്തനമായി, ഒരു വിപ്ലവ പ്രവർത്തനമായി അടയാളപ്പെടുത്തുകയാണ് അരിസ്റ്റോട്ടിൽ അതിൽ ചെയ്യുന്നത്. അതോടുകൂടി അങ്ങനെ ഒരു വിപ്ലവം സാധ്യമാകുന്നതോടുകൂടി ആളുകൾ ഈ മതഘടനയിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകും എന്ന് ഇയാൾ ഭയപ്പെടുന്നു. സ്വാഭാവികമായ ഭയം. അയാളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മൂന്നാമതൊരു സംഗതി കൂടിയുണ്ട്. അതിന് വേണമെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയും. അരിസ്റ്റോട്ടലിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് പ്രതി ലഭ്യമല്ല. അവിടെ സൂക്ഷിച്ചിരുന്നത് ലത്തീൻ പ്രതിയാണ്. ഗ്രീക്ക് പ്രതിയിൽ നിന്ന് അറബികൾ അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. ആ അറബിയിൽ നിന്നാണ് ലത്തീൻ പ്രതി വിവർത്തനം ചെയ്യപ്പെട്ടത്. അപ്പോഴിത് മുസ്ലിമിൻ്റെയും അറബിയുടെയും കയ്യിലൂടെ വന്നതായതുകൊണ്ട് സന്യാസത്തോടൊപ്പം കടുത്ത കുരിശുയുദ്ധ മനസ്ഥിതിയും വെച്ച് പുലർത്തുന്ന ഹോർഹയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന തീരുമാനം ഒരാളിത് വായിക്കാൻ തന്നെ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നത് മനസ്സിലാക്കാം. അതിനപ്പുറം അയാൾ ചെയ്തത് ഇത് മുഴുവൻ വിഷം പുരട്ടി വെച്ചത്. അങ്ങനെ പുസ്തകത്തിൽ വിഷം പുരട്ടി വെച്ചിട്ടുള്ള ഈ പ്രവൃത്തി നിമിത്തമാണ് മരണം നടന്നത്. കഥ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ മുഴുവൻ കാര്യങ്ങളും പ്രസക്തമല്ല. വില്യം ബാസ്കർവില്ലും ഹോർഹെയും തമ്മിൽ വലിയ സംവാദമൊക്കെ നടത്തുന്നുണ്ട്. ബാസ്കർവിൽ ഫ്രാൻസിസ്കൻ സന്യാസിയാണെന്ന് പറഞ്ഞല്ലോ. ബെനഡിക്റ്റൻ സന്യാസിമാരുടെ അത്രയും കാർക്കശ്യമില്ലാത്തവരാണ് ഫ്രാൻസിസ്കൻ സന്യാസിമാർ. കാരണം സെന്റ് ഫ്രാൻസിസ് അസീസി എന്നയാൾ ഒരല്പം കവിത കൂടിയുള്ള ആളാണ്. അതുകൊണ്ട് കവിതയും സംഗീതമൊക്കെ മനസ്സിലുള്ളവർ ഒരല്പസ്വല്പമൊക്കെ അയഞ്ഞവരും ഉദാരതയുള്ളവരുമായിരിക്കും. ബെനഡിക്റ്റൻ സന്യാസിമാർക്ക് അതുപോലുമില്ല. പാട്ടുപാടുന്നതും പുഞ്ചിരിക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ തെറ്റാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ മൂർത്ത രൂപമാണ് ഈ ഹോർഹെ. അയാൾക്ക് കണ്ണ് കാണൂല, അയാൾ കടുത്ത അധികാര രൂപവുമാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ എല്ലാ ആസക്തികളും അതിനെ മുഴുവൻ നിരാകരിക്കുമ്പോൾ നമ്മുടെ ഫ്രോയിഡിയൻ മനഃശാസ്ത്ര പദ്ധതി അനുസരിച്ച് തന്നെ അത് മറ്റൊരു സ്വഭാവത്തിലാണ് വർക്കൗട്ട് ചെയ്തത്. അയാളുടെ കടുത്ത അധികാരാസക്തിയായിട്ട് അയാൾ ചിന്തിക്കുന്നതിന് അപ്പുറം പോകാൻ മഠത്തിലെ ആബോയെ പോലും അയാൾ സമ്മതിക്കില്ല. അയാളാണ് അതിൽ ഏറ്റവും സീനിയർ. അപ്പോൾ ഇങ്ങനൊരു ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് പരാമർശിച്ചുകൊണ്ട് നമ്മൾ പുതിയ കാലത്തെ ചില പ്രവണതകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചത് എന്തിനാണ്? ആരോടും ചിരിക്കാത്ത, ആരോടും യാതൊരു അലിവും കാണിക്കാത്ത, വളരെ കർക്കശമായ നിഷ്ഠകൾ പുലർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണോ എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല പ്രവാചകന്മാർ ആവശ്യപ്പെട്ടിരുന്നത്, മറിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനാണ്. നിങ്ങൾ നിലകൊള്ളുന്ന സമൂഹത്തിനു ചുറ്റും, നേരത്തെ പറഞ്ഞ ബെനഡിക്റ്റൻ സന്യാസാശ്രമത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ, അതിനു ചുറ്റും ദരിദ്രരുടേതായ ഒരു സമൂഹമാണ് ഉള്ളതെങ്കിലോ, ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതിൽ പറയുന്നത് ഒരു സമൂഹത്തിൽ ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ സ്വയം ഒഴിഞ്ഞു എന്നാണ്. ഒരു സമൂഹത്തിൽ ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചാൽ ആ സമൂഹത്തെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, ആ സമൂഹത്തിൻ്റെ സംരക്ഷണ ബാധ്യതയിൽ നിന്ന് പടച്ച തമ്പുരാൻ ഒഴിഞ്ഞു എന്നാണ്. എന്തുകൊണ്ട് നമുക്ക് പടച്ച തമ്പുരാൻ്റെ സംരക്ഷണം കിട്ടുന്നില്ല എന്ന് വിലപിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വല്ല കാരണങ്ങളും സമൂഹത്തിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചിലപ്പോൾ പറയും അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ പ്രസംഗം നിരോധിക്കുന്നു, അവിടെ വംശഹത്യ നടക്കുന്നു, എന്നിട്ടെന്താ പടച്ചോൻ ഇടപെടാത്തത്? ഇടപെടണമെങ്കിൽ നമുക്കും ഉണ്ടാകണമല്ലോ ചില സംഗതികൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യകാരണങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ്, മറ്റു ചിലതിനെ ന്യായീകരിക്കാനല്ല ഇത് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഖുതുബ. പുറത്ത് പറയേണ്ടത് നമുക്ക് പുറത്ത് പറയാം. ഏതായിരുന്നാലും ആ അർത്ഥത്തിൽ നമുക്ക് ചുറ്റിലുമുള്ളവരോടുള്ള നമ്മുടെ ബാധ്യതകൾ, ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സമൂഹത്തെ ശരിയായി മുന്നോട്ട് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ബാധ്യതകൾ, ഈ ബാധ്യതകളുടെ ശരിയായിട്ടുള്ള നിർവഹണം, അതാണ് മതജീവിതം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പ്രവാചകന്മാരുടെ ഈ ദൗത്യത്തെ തന്നെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ലിമിറ്റ് ചെയ്യുന്ന, പരിമിതീകരിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് നമ്മൾ പോയത്. പ്രവാചകന്മാരുടെ ദൗത്യത്തെ സംബന്ധിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരായത്താണ് തുടക്കത്തിൽ ഉദ്ധരിച്ചത്. സൂറത്തുൽ ഹദീദിൽ പറയുന്ന ആയത്തിൽ ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, നാം നമ്മുടെ ദൂതന്മാരെ അയച്ചു, ബിൽ ബയ്യിനാത്ത്, വളരെ തെളിഞ്ഞ അടയാളങ്ങളുമായിട്ട്. ആർക്കും നിഷേധിക്കാനാവാത്ത വിധം അവർ ദൂതന്മാരാണെന്ന് തിരിച്ചറിയും. ആ സ്വഭാവത്തിലാണ് അവരെ അയച്ചിട്ടുള്ളത്. വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ, അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട സംഗതികളും കൂടി കൊടുത്തു. ഒന്ന് കിതാബാണ്, മറ്റൊന്ന് മീസാൻ. കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമശാസനമെന്നോ ഒക്കെ അർത്ഥം പറയാം. അതേസമയം എന്താണ് ഈ മീസാൻ? നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിൽ ഒരുപാട് മെറ്റഫറുകൾ വരുന്നുണ്ട്. യദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ മെറ്റഫറുകളിലൂടെ സംസാരിക്കും. എന്താണ് മെറ്റഫറുകളിലൂടെ സംസാരിച്ചാലുള്ള സവിശേഷത എന്ന് ചോദിച്ചാൽ, കാര്യങ്ങൾ നേർക്ക് നേരെ കേട്ട് മനസ്സിലാക്കുന്നത് പോലെയല്ല. മെറ്റഫർ ആകുമ്പോഴും മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൂടി പ്രയോഗിക്കണം. അങ്ങനെ നമ്മുടെയും കൂടി പ്രവർത്തനമാകുമ്പോൾ അതങ്ങോട്ട് കയറും ശരിക്ക്, അത് പിന്നെ മാഞ്ഞു പോവില്ല. കാരണം നമ്മളും കൂടി ആലോചിച്ച് കണ്ടെത്തുന്നതാണ്. ചിലപ്പോൾ സാധാരണ പൈങ്കിളി സാഹിത്യവും ഉദാത്ത സാഹിത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പറയാറുണ്ട്, പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ച് രസിക്കാനുള്ളതാണ്. അതേസമയം ഉദാത്ത സാഹിത്യം നമ്മുടെയും കൂടി പ്രവർത്തനം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയാം മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മെനക്കെടാൻ തയ്യാറില്ലാത്തതുകൊണ്ട്. ആ സാഹിത്യം അല്ലെങ്കിൽ ആ കല നമ്മളുമായി സംവദിക്കുകയാണ്. ആ സംവാദത്തിൽ നമ്മുടേതായ ചില സംഭാവനകൾ നമ്മളും അർപ്പിക്കേണ്ടതുണ്ട്, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ അത്തരം സംവാദങ്ങൾക്ക്, അതുപോലെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് ഒക്കെയും നമ്മളെ നിർബന്ധിതമാക്കുന്ന കലാരൂപങ്ങളെയാണ് നമ്മൾ ഉദാത്തം എന്ന് വാഴ്ത്താറുള്ളത്. അതൊരു സാധാരണഗതിയിലുള്ള നിർവചനം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് മെറ്റഫറിലൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും, എന്തിനാ പടച്ചോൻ ഇങ്ങനെ പറഞ്ഞത്. എന്തായിരുന്നാലും ഇതുപോലെ ഒരുപാട് ഉൾപ്രേക്ഷകൾ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൾപ്രേക്ഷയാണ് മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിന്റെ തന്നെ താളമാണ് എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ. മീസാൻ, അള്ളാഹു ആകാശത്തെ ഉയർത്തുകയും മീസാൻ സ്ഥാപിക്കുകയും ചെയ്തു. ആകാശത്തെ ഉയർത്തുകയും മീസാൻ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ തന്നെ താളമാണ്. അപ്പോഴെങ്ങനെ ആ അർത്ഥത്തിലാണ് മീസാൻ സ്ഥാപിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് മനുഷ്യനോട് പറയുന്നത് ആ മീസാന്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണമെന്നാണ്. മീസാന്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. അപ്പൊ മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യഥാർത്ഥത്തിൽ സന്തുലനമാണ്, അതോടൊപ്പം സമഗ്രതയുമാണ്. സന്തുലനം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു മധ്യമാവസ്ഥയാണ്. വിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തെ ഉമ്മത്തുൻ വസത്ത് എന്നാണ് വിളിക്കുന്നത്. ഉമ്മത്തുൻ വസത്ത്, ഒരു നിലക്കും ഏതെങ്കിലും ഒരു ആത്യന്തികതയിൽ ചെന്ന് നിൽക്കാത്ത ഒരു സമൂഹം, ഒരാത്യന്തികതയിൽ ചെന്ന് നിൽക്കാത്ത ഒരു സമൂഹം. അത് ദീൻ അനുശാസിക്കുന്ന പരിപാലിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ലാ തഗലൗ ഫീ ദീനിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഉലുവ് ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പറ്റില്ല. ഇങ്ങനെ ഒരു ആത്യന്തികത എന്ന് പറയുന്നത് ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പറ്റില്ല എന്നാണ് ഖുർആൻ പറയുന്നത്.
ദീനിൻ്റെ മൗലികമായ അധ്യാപനങ്ങൾ, നൈതികത, ഇത് സ്വീകരിക്കുന്ന കാര്യത്തിലല്ല അത് പറഞ്ഞത്. മറിച്ച് ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് വശങ്ങൾ അത് നമുക്ക് മനസ്സിലാവും. അതേസമയം ഇപ്പറയുന്ന സന്തുലനം, അതുപോലെ തന്നെ മധ്യമാവസ്ഥ, ഇത് വളരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ അത് ദീനിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ന് പറയുമ്പോൾ ചിലപ്പോഴാളുകൾ പടച്ചോൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് വിചിത്രമായ ചില ജീവിത രീതികൾ സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നു. അതിലൊന്ന് റുഹ്ബാനിയത്താണ്. റുഹ്ബാനിയത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ജീവിതം തന്നെ വിട്ടുകൊണ്ട് ഏകാന്തമായി, നേരത്തെ സന്യാസാശ്രമങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു, ലോകത്ത് എന്ത് നടന്നാലും ആളുകൾ പട്ടിണി കിടന്നാലും ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരവരുടേതായ വൈയക്തികോന്മാദങ്ങളിലും അതുപോലെ തന്നെ മറവികളിലും അങ്ങോട്ട് വിഹരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സ്വഭാവത്തിലുള്ള ജീവിതം നയിക്കുക. ഖുർആൻ പറയുന്നത് ഞാൻ അവരോട് അങ്ങനെ കൽപ്പിച്ചിരുന്നില്ല. അതേസമയം അവരത് ആവിഷ്കരിച്ചത് അള്ളാഹുവിൻ്റെ റിളുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടത് അവർക്കത് പാലിക്കേണ്ടതുപോലെ പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഇത് ആവിഷ്കരിക്കുന്ന ഒന്നാമത്തെ ജനറേഷൻ അക്കാര്യത്തിൽ കാർക്കശ്യം പുലർത്തും. അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്ക് പിന്നെ പല പ്രവണതകളും അതിൽ വരും. നേരത്തെ പറഞ്ഞ നോവലിൽ ഒന്നാമത്തെ ആൾ ആത്മഹത്യ ചെയ്യുന്നത്, അയാളുടെ പേര് അദൽമോ എന്ന്. അയാൾ വല്ലാത്തൊരു വിജ്ഞാന കുതുകിയാണ്. വേറൊരാൾക്ക് ഈ പുസ്തകം കിട്ടിയപ്പോൾ അത് വായിക്കാൻ തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് അദൽമോയെ സ്വവർഗരതിക്കിരയാക്കി. സന്യാസി കടുത്ത നിഷ്ഠ പുലർത്തുന്ന ആ ആശ്രമത്തിൽ സ്വവർഗരതിക്കിരയാക്കി. പക്ഷെ ഇത് സംഭവിച്ചതിന് ശേഷമുള്ള കുറ്റബോധം കൊണ്ടാണ് അയാൾ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോലും വ്യതിചലിച്ചു പോവുക. അപ്പോൾ ഈ സ്വഭാവത്തിൽ അത് വ്യതിചലിച്ചു പോകും, അത് മാറിപ്പോകും എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അവർക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പാലിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ചില താക്കീതുകൾ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ് ഒരു സന്യാസ നിഷ്ഠമായിട്ടുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ച് ആകെ ചിന്തിച്ചിട്ടുള്ള ഒരേ ഒരു സഹാബി. പക്ഷേ ഉടനെ തന്നെ പ്രവാചകൻ ഇടപെട്ടു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അതൊരിക്കലും തന്നെ എൻ്റെ മാർഗമല്ല. ഈ ലോകത്ത് ജീവിക്കുക, ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറയുന്നുണ്ട്. അൽ മുഅ്മിനുൽ ലദീ യുഖാലിത്തുൻ നാസ്, ആളുകൾക്കിടയിൽ ഇടപഴകി വയസ്ബിറു അലാ അദാഹും, അവരുടെ ഉപദ്രവങ്ങളെ സംബന്ധിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന വൈഷമ്യങ്ങൾ, ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഉപദ്രവം എന്നല്ല എടുക്കേണ്ടത്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തൊരു സുഖ. ചിലപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ടല്ലോ, ദുനിയാവേ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയാലാ നല്ലത്. അപ്പോൾ അത്രയധികം പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിൻ, ആളുകളിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു മുഅ്മിൻ, അയാളാണ് ഖൈർ മിനൽ മുഅ്മിൻ ലദീ ലാ യുഖാലിത്തുൻ നാസ് വലാ യസ്ബിറു അലാ അദാഹും. ഇതൊന്നും ചെയ്യാത്ത, ആളുകളുമായി ഇടപഴകാത്ത, ആളുകളിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കാത്ത ആളുകളെക്കാളും സംബന്ധിച്ച മുഅ്മിനുകളെക്കാളും ശ്രേഷ്ഠന്മാർ ഇതൊക്കെ ചെയ്യുന്ന മുഅ്മിനുകളാണ് എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ആളുകളിൽ നിന്ന് വേറിട്ട് പോകാനല്ല. പ്രവാചകന്മാരുടെ ജീവിതത്തെ അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ തന്നെ ഗുഹയിലിരിക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച തമ്പുരാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു, മക്കയിലേക്ക് കൊണ്ടുവന്നു. മക്കയിൽ നിന്ന് പ്രവാചകൻ ഹിജറ നടത്തി എന്നുള്ളത് നേരാ. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിന്നോ ഉള്ള ഹിജറയല്ല, മറിച്ച് കൺസെപ്റ്റുകളിൽ നിന്നുള്ള ഹിജറയാണ്. അതിനങ്ങനെയും കൂടി വായിക്കണം. അത് സങ്കല്പങ്ങളിൽ നിന്ന്, വിഭാവനങ്ങളിൽ നിന്നുള്ള ഹിജറയാണ്. മദീനയിലേക്കാണ് പ്രവാചകൻ പോയത്, കാട്ടിലേക്കോ മലയിലേക്കോ അല്ല, മറിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക്. ഗുഹയിൽ നിന്ന് പുറത്തു വന്ന പ്രവാചകൻ വീണ്ടും മലകേറല്ല, മറിച്ച് മദീനയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നിട്ടോ ആ മദീനയെ കേന്ദ്രമാക്കിക്കൊണ്ട് മക്ക ഉൾപ്പെടുന്ന ഒരു സംവിധാനം, അവിടങ്ങളിലൊക്കെയുമുള്ള ജനങ്ങളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്തു. ആ പരിവർത്തനത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചും മുമ്പൊരു ഖുതുബയിൽ വിശദീകരിച്ചിരുന്നത് ഓർമ്മിക്കേണ്ടതാണ്. അതിന്റെ സ്വഭാവം എന്താണ്, അതെങ്ങനെയാണ് ഒരു റവല്യൂഷൻ അല്ലാതെ എവല്യൂഷനായി മാറുന്നത് എന്നതൊക്കെ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തായിരുന്നാലും ആ അർത്ഥത്തിൽ പ്രവാചകൻ സങ്കല്പങ്ങളിൽ നിന്ന്, ജാഹിലിയ കൺസെപ്റ്റ്സിൽ നിന്നാണ് ഹിജറ നടത്തിയത് എന്ന് കാണാം. ഒരു പ്രവാചകനെയും ഒളിച്ചോടാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി, അദ്ദേഹത്തിന് സംഭവിച്ചൊരു വീഴ്ചയായിരുന്നു അത്. പോയ സമയത്ത് അദ്ദേഹത്തെയും പിടിച്ചിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ആ യാത്ര മുഴുമിപ്പിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. പടച്ച തമ്പുരാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അഭിലഷിച്ചത്. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. അപ്പോൾ ഈ സ്വഭാവത്തിലാണ് ജീവിതത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഫിത്ന ഉണ്ടാകുമ്പോൾ
ചില സംഗതികളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, ഒരു കാലം വരും അന്ന് മുസ്ലിമിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം ആടുകളായേക്കാം. മുഅ്മിനിന്റെ അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം ആടുകളായേക്കാം. ആടുകളെ തെളിച്ചുകൊണ്ട് മലകളിലും താഴ്വാരങ്ങളിലും അവൻ സഞ്ചരിക്കും. അവൻ അവന്റെ ദീനിനെയും കൊണ്ട് ഫിത്നകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോഴും ഓടി രക്ഷപ്പെടുമെന്ന് പറയുന്നത് ഒന്നാമത് ഫിത്നയിൽ നിന്നാണ് ഓടി രക്ഷപ്പെടുന്നത്, ഒരു സ്ഥലത്ത് നിന്നല്ല, ഒരു പ്രദേശത്ത് നിന്നല്ല. പിന്നെ ആടുകൾ ശ്രേഷ്ഠമാവുക, അതിനൊന്നും നമ്മൾ അക്ഷരത്തിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ കാലത്ത് തന്നെയും ചിലപ്പോൾ സമ്പാദ്യത്തെ വിശുദ്ധമാക്കുവാൻ നമുക്ക് വേണമെങ്കിൽ കച്ചവടം, അതുപോലെ മറ്റു പരിപാടികൾ, ഇനി അതല്ലെങ്കിൽ വേറെ ചില കലാപരിപാടികൾ, റിയൽ എസ്റ്റേറ്റും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് തൊടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ ഷെയർ മാർക്കറ്റ് ഒരു പരിധി വരെയൊക്കെ ഇപ്പൊ തന്നെ ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം അത് കുറെ കൂടി ശുദ്ധമായിരിക്കും എന്നാ പ്രവാചകൻ പറഞ്ഞു. അതും യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കും എന്നുമല്ല, അങ്ങനെ ആവണം എന്നുമല്ല, അത് കൽപ്പനയുമല്ല, പ്രഡിക്ഷനുമല്ല, മറിച്ച് അങ്ങനെ ആയേക്കും എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അങ്ങനെ ആയേക്കും എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ സമ്പാദ്യമുണ്ടല്ലോ അത് ശുദ്ധമായിരിക്കും. അതേസമയം മറ്റ് ധനസമ്പാദന മാർഗങ്ങൾ പൂർണ്ണമായും നശിച്ചു പോകും എന്നുള്ള അർത്ഥത്തിലുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായും ആ അർത്ഥത്തിൽ ജാഹിലിയത്തിൽ മുഴുകിപ്പോകും എന്ന അർത്ഥത്തിൽ അത് സ്വാർത്ഥമായി തീരും എന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കേണ്ടേ? അതും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധീകരിക്കണമെങ്കിൽ അതിലേക്ക് ഇടപെടണം. ഈ ഇടപെടലുകൾ മുഴുവൻ ഫിത്നയാണ്. ഫിത്ന ഉണ്ടാകുമ്പോൾ ദീനും കൊണ്ട് അവൻ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഓടുമെന്ന് പറയുമ്പോൾ എന്താണ് ഈ ഫിത്ന എന്നും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ കാണുന്നതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വലിയ ഫിത്ന ഉള്ളപ്പോഴാണ് പ്രവാചകൻ മക്കയിൽ ജീവിച്ചത്. ഇതിനേക്കാളും വലിയ ഫിത്ന ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രവാചകന് അവിടെ പ്രബോധനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. അതിന്റെ പേരിൽ പീഡകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അത്രയും കടുത്ത ഫിത്ന. ആ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടം വിട്ടോടി മലമുകളിലേക്ക് പോയി രക്ഷപ്പെടുകയല്ല ചെയ്തത്. ആ ഫിത്ന ഉള്ളപ്പോൾ തന്നെയാണ് അവിടെ ദഅവത്ത് നടത്തിയത്. ഓരോ പ്രവാചകന്റെയും പ്രബോധന ചരിത്രം ആരംഭിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെ എങ്ങനെ പരിവർത്തിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള മാർഗദർശനമാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുക എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ജീവിതത്തെ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാര്യങ്ങളെ അക്ഷരത്തിലല്ല മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഉലൂവുദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ അക്രമം കാണിക്കരുത്, അവിടെ ഒക്കെ ഒരു മീസാൻ പ്രവർത്തിക്കണം. മീസാൻ എന്ന് പറഞ്ഞാൽ മിതത്വമാണ് എന്ന് പറഞ്ഞു. അത് സന്തുലനമാണ്, അത് നീതിയാണ്. ഇസ്ലാം സമഗ്രമായ ഒരു ആശയമാണ്. സമഗ്രം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയത് എന്ന് മാത്രമല്ല അർത്ഥം, മറിച്ച് വേണ്ടത് വേണ്ടിടത്ത് വേണ്ട അളവിൽ അടങ്ങിയത് എന്നാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മുൻഗണനാക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം നോക്കിയാൽ അതൊരു സാമ്പത്തിക നീതിശാസ്ത്രമാണ്. അതേസമയം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം നോക്കിയാൽ അത് ഒരു സദാചാര സിദ്ധാന്തമാണ്. അവരിൽ നിന്ന് അത്രയൊക്കെ ഖുർആൻ ഉദ്ധരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഊന്നൽ അത് തന്നെയാണ് എന്ന് കരുതി ഇത് ഈ അർത്ഥത്തിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഖുർആൻ അനുവദിക്കുന്നില്ല. അതുപോലെ ഓരോരുത്തരുടെയും നിലപാടുകൾ പരിശോധിച്ചാൽ ഏറ്റവും അവസാനം സ്നേഹത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് മാത്രമേ പടച്ചോൻ അർത്ഥമുള്ളൂ എന്ന് വിചാരിക്കണ്ട. പടച്ചോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമായിട്ട് ഖുർആനിൽ പറയുന്നതാകട്ടെ നീതിയാണ്. സ്നേഹവും നീതിയും തമ്മിൽ വ്യത്യാസം. നീതിയാകുമ്പോൾ അതിലൊരു സമരസന്നദ്ധത കൂടി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ജീവിതം ഈ പ്രവാചകന്മാരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള മുജദ്ദിദുകളുടെയും നവോത്ഥാന സംരംഭകരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഒരു കാലത്ത് തസവുഫ് വന്നു. ആ കാലത്തിന് ആവശ്യമായ ഇസ്ലാമിൻ്റെ ഒരു ആവിഷ്കാരമാണത്. അതുപോലെ തന്നെ അക്ഷരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില ആശയങ്ങൾ അതും നിലവിൽ വന്നിട്ടുണ്ട്. അതും അക്കാലത്ത് പ്രസക്തമായിരുന്നു. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ ആശയങ്ങളിൽ നിന്നും ഹദീസുകളുടെ സുന്നത്തിന്റെ എല്ലാ പാഠങ്ങളിൽ നിന്നും മനുഷ്യൻ അകന്നുപോയ സമയത്ത് ആളുകളെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുക അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ അങ്ങനെ ചെയ്തത് എന്ന് കരുതി എക്കാലത്തും അതുപോലെ അങ്ങനെ പ്രത്യേക ധാരകൾ ഉണ്ടാകുക. ഒരു ഭാഗത്ത് സൂഫി ധാര വേറെ പോയി, പിന്നെ ഒരു ഭാഗത്ത് സലഫി ധാര വേറെ പോയി, പിന്നെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരകൾ. ഇതൊക്കെ ആ ചരിത്രത്തിന്റെ ആ കാലവുമായി മാത്രമാണ് ബന്ധപ്പെടുന്നത്. പുതിയ കാലത്തിനനുസരിച്ച് വികസിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അപ്പോഴങ്ങനെ അതിൽ തന്നെ നിൽക്കുക, എന്നിട്ട് ഇത് മറ്റെന്തോ ആയി മാറുക. അതുപോലെ തന്നെ കൽപ്പനകൾക്ക് അക്ഷരവാദാധിഷ്ഠിതമായിട്ടുള്ള അർത്ഥങ്ങൾ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പലതും അസ്വാസ്ഥ്യജനകങ്ങളായിട്ട് മാറും. ഒരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്, ഒരു തമാശയായിട്ട്. വയറ്റിന് അസുഖം വന്നപ്പോൾ, അസിഡിറ്റി വന്നപ്പോൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, തേങ്ങ അരച്ച് ചേർത്ത കറി കൂട്ടാൻ പാടില്ല. അതത്രേ ഉള്ളൂ, തേങ്ങ അരച്ച് ചേർത്ത കറി കൂട്ടാൻ പാടില്ല എന്നേ അതിന് അർത്ഥമുള്ളൂ. പക്ഷേ ഇയാൾ പിന്നെ ആകെ പ്രശ്നത്തിലായി. കാരണം ഇയാൾക്ക് പിന്നെ തെങ്ങുകൊണ്ടുണ്ടാക്കിയ പാലം കിടക്കാൻ പറ്റില്ല, ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവി ഉപയോഗിച്ചിട്ട് വിളമ്പാൻ പാടില്ല, ചകിരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കയറും ചൂടിപ്പടമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ആകെപ്പാടൊരു കൺഫ്യൂഷനിൽ അയാൾ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം എന്തായിരിക്കും? പിന്നെ ഒളിച്ചോട്ടമല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതൊന്നുമില്ലാത്ത തെങ്ങില്ലാത്ത സ്ഥലത്തേക്ക് അയാൾ പോണ്ടി വരും. തെങ്ങില്ലാത്ത സ്ഥലത്തേക്ക്. യമനിൽ പക്ഷേ തെങ്ങുകളുണ്ട്. എന്നാലും യമനിൽ എന്തിനാ പോകുന്നത്? ഹിക്മത്ത് യമനിലാണുള്ളത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. അത് യമനിൽ നിന്ന് രണ്ടാളുകൾ വന്നപ്പോൾ അവരോട് പറഞ്ഞതാണ് പ്രവാചകൻ. അവരുമായിട്ടുള്ള സംവാദത്തിനൊടുവിൽ അതങ്ങനെ ആയിരുന്നു. വേറൊരു പരാമർശം കൂടിയുണ്ട്. വേറൊരു റിപ്പോർട്ടിൽ ലുക്മാനുൽ ഹക്കീമിന്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിരുന്നു. ലുക്മാനുൽ ഹക്കീം ഞങ്ങളുടെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ ഈ ആളുകൾ യമനികളായിരുന്നു. ലുക്മാനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തന്നെ തത്വജ്ഞാനിയായിട്ടാണ്. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ, ഹിക്മത്തിന്റെ, തത്വചിന്തയുടെ ആധുനിക കാലത്താണെങ്കിൽ, ഇനി യൂറോപ്യൻ ഫിലോസഫി എടുത്താൽ, അതേക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടല്ലേ, യൂറോപ്യൻ ഫിലോസഫി എടുത്താൽ അതിലുണ്ടല്ലോ, ഗ്രീസ് ക്ലാസിക്കൽ ഫിലോസഫിയുടെ കേന്ദ്രമാണ് എന്ന് കരുതി വേറെ ഫിലോസഫി ഇല്ലായിരുന്നു എന്നതിനർത്ഥമൊന്നുമില്ല. അത് ഓരോ കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ജർമ്മനിയായി, പിന്നെ ഇംഗ്ലണ്ടായി, പിന്നെ ഫ്രാൻസായി. ഇപ്പോൾ ഉത്തരാധുനിക കാലത്ത് തത്വചിന്തയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ലോകാടിസ്ഥാനത്തിൽ തന്നെ യമനൊന്നുമല്ല. യമനിൽ ഇപ്പോൾ തത്വചിന്തയല്ല ഉള്ളത്, യമനിൽ ഇപ്പോൾ വേറെന്തൊക്കെയോ ആണുള്ളത്. ഇതും കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ സാന്ദർഭികമായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നടത്തിയെടുത്തിട്ട് അതിൻ്റെ അർത്ഥം, ആ ടെക്സ്റ്റിൻ്റെ അർത്ഥം മാത്രം വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒരറ്റത്തേക്ക് പോകും. ആ അറ്റമാണ് നമ്മളിൽ കുടിസുകൾ സൃഷ്ടിക്കുക. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ എന്താകും? പിന്നെ മിക്സഡ് സ്കൂളുകളിൽ പോകാൻ പാടില്ല. കാരണം ആണും പെണ്ണും തമ്മിൽ പരസ്പരം കാണാൻ പാടില്ല. ആണും പെണ്ണും തമ്മിൽ പരസ്പരം കാണാൻ പാടില്ല. പക്ഷെ ഇവിടെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ആണും പെണ്ണും തമ്മിൽ പരസ്പരം കാണാൻ പാടില്ലെങ്കിൽ പരസ്പരമുള്ള പെരുമാറ്റ മര്യാദകൾ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നില്ല. എങ്ങനെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ഖുർആൻ എന്തിനാ ഇത്രയും മെനക്കെട്ട് പഠിപ്പിക്കുന്നത്? നിങ്ങൾ തമ്മാമിൽ കാണാൻ പാടില്ല എന്നൊരൊറ്റ വർത്താനം പറഞ്ഞാൽ പോരെ? ആ ഒരു വർത്താനം പറയാതെ ഇന്ന മാതിരിയൊക്കെ എന്ന് പറയുന്നത് എന്തിനാണ്? അത്തരം ഇടപഴകൽ ജോലിസ്ഥലത്ത് ആവശ്യമായി വരും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമായി വരും, അതുപോലെ ഒരുമിച്ച് നടക്കേണ്ടി വരും, ചിലപ്പോൾ ഒരുമിച്ച് ഇരിക്കേണ്ടി വരും. അത് അടുത്തടുത്താകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇടപഴകേണ്ടി വരും എന്നതുകൊണ്ടാണ് ആ ഇടപഴകൽ മര്യാദ. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇടപഴകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പോകാൻ പാടില്ല, അതുകൊണ്ട് വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നു. ചില ആളുകൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നു, അധ്യാപന ജോലി അവസാനിപ്പിക്കുന്നു. വീണ്ടും മാത്രവുമല്ല, എപ്പോഴും അസ്വസ്ഥരായിക്കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. കുടുംബത്തിലൊരു കല്യാണം വന്നാൽ, ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ, കുടുംബത്തിലൊരു കല്യാണം വന്നാൽ കല്യാണത്തിന് സ്വാഭാവികമായും പെണ്ണുങ്ങളൊക്കെ ഒത്തുകൂടും. പലരും പല കോലത്തിലായിരിക്കും. കാരണം അക്കൂട്ടത്തിൽ ദീനുള്ളവരുണ്ടാകും, കുറച്ചുള്ളവരുണ്ടാകും, തീരെ ഇല്ലാത്തവരുണ്ടാകും. ദീൻ തീരെ ഇല്ലാത്തവരൊന്നും കല്യാണത്തിന് വരാൻ പാടില്ല എന്നൊരു ബോർഡ് എഴുതി വെക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ബന്ധുക്കളെല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവരൊരുമിച്ച് കൂടും. അപ്പോൾ തുടങ്ങും ഇവരുടെ അസ്വാസ്ഥ്യം. അതുപോലെ കല്യാണാഘോഷമാണ്. കണ്ണൂർ ജില്ലയിലൊക്കെ ആണെങ്കിൽ കൈകൊട്ടിപ്പാട്ടൊക്കെ ഉണ്ട്. അത് പെണ്ണുങ്ങളും ആണുങ്ങളുമായ ബന്ധുക്കളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടാണ് കൈകൊട്ടിപ്പാടുക. അപ്പോഴിവരുടെ അസ്വസ്ഥത പെരുകും. വീട് വിട്ടങ്ങ് പോകും. സ്വന്തം ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെയോ കല്യാണമായിരിക്കും നടക്കുന്നുണ്ടാകും. വീട് വിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ഈ ബഹളം മുഴുവൻ തീർന്നാലേ ഇവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ ചിലപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ടാവും. പാട്ട് കേൾക്കുമ്പോൾ എത്ര വലിയ സംഗീതപ്രിയനും ചിലപ്പോൾ ഒരു അരിശമൊക്കെ തോന്നും, അത് മറ്റൊരു വിഷയം. കാരണം ആജാതി പാട്ടാണ് കേൾക്കുക. അതേസമയം പാട്ടേ കേട്ടുകൂടാത്തത് കൊണ്ട് ആകെ ഈ അസ്വാസ്ഥ്യം പെരുകിയിട്ട്, അതുപോലെ ഹോസ്പിറ്റലിൽ പിന്നെ ചെന്നിട്ട് റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു സന്ദർശക മുറിയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ടി വി വെച്ചിട്ടുണ്ടാവും. ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എവിടെയും ഇരിക്കാൻ പാടില്ല, എവിടെയും നിൽക്കാൻ പാടില്ല, എങ്ങോട്ടും യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള അവസ്ഥ വരുന്നതോടുകൂടി അത് മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയും, ആ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. അത് ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ കൈക്കൊണ്ടത് കൊണ്ടാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ഒരുതരം മാനിക് ഡിപ്രസീവ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ആളുകൾ പോകും. ആ ആളുകൾ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ പലായനം ചെയ്യും. ഇതൊക്കെയും യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലുള്ള അതിരുകവിച്ചിലുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. മനുഷ്യരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ജിന്നുകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, മനുഷ്യരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ജിന്നുകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, മുൻഗണനാക്രമം തെറ്റി. അതുപോലെ തന്നെ മറ്റു പലതും. പിന്നെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള സകല പുരോഗതികളെയും നിരാകരിച്ചുകൊണ്ടാണ് ആളുകളുടെ പിന്നാലെ പോകുന്നത്.
ഇനി അതുപോലെ തന്നെ മതം എന്ന് പറഞ്ഞാൽ ജിഹാദാണ്, കുഴപ്പമൊന്നുമില്ല, ജിഹാദ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളാണ് എന്നുകൂടി അർത്ഥം വന്നാലോ? വിശുദ്ധ ഖുർആൻ വാളിനെ സംബന്ധിച്ച് നേർക്കുനേരെ ഒന്നും പറയുന്നില്ല, പക്ഷേ വാൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം യുദ്ധം പറയുന്നുണ്ട്. ഇവിടെ ഓതി വെച്ച ആയത്തിൽ തന്നെയും വഅൻസൽനൽ ഹദീദ് എന്ന് പറയുന്നുണ്ട്. ഇരുമ്പിറക്കി. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ അധികാരവും വാളും മാത്രമൊന്നുമല്ല, ഇരുമ്പ് യുഗം എന്നത് തന്നെ മനുഷ്യ നാഗരിക ചരിത്രത്തിലെ ഒരു സുപ്രധാന വികാസമാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഫീഹി ബഅസുൻ ശദീദും, അതിൽ കരുത്തുണ്ട് എന്നുള്ളത് നേരാണ്. മനാഫിഉ ലിന്നാസ്, വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇരുമ്പിനെ നമുക്ക് വഴക്കി തന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ആർക്കും വഴങ്ങി കൊടുക്കാത്തൊരു ലോഹമാണ് ഈ ഇരുമ്പ്. ബാക്കിയുള്ള ലോഹങ്ങൾ പോലെയൊന്നുമല്ല. ആർക്കും വഴക്കി കൊടുക്കാത്ത ആ ലോഹത്തെ പോലും നിങ്ങൾക്ക് അള്ളാഹു വഴക്കി തന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ശക്തിയുണ്ട്, അതിൽ ആയുധമുണ്ട്. പക്ഷെ ആ ആയുധത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മീസാനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു, സന്തുലിതത്വത്തെ കുറിച്ച്. ഈ സന്തുലിതത്വത്തിന്റെ പാഠങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജിന്നിന്റെ മതമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും വിട്ടുകൊണ്ടുള്ള പ്രകൃതിയുടെയും കാടിന്റെയും മലയുടെയും ആടിന്റെയും മതവുമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാളിന്റെ മതവുമല്ല. അതേസമയം ഇപ്പറയുന്നതെല്ലാം തന്നെ അല്പസ്വല്പം ഇതിനകത്തുണ്ട് താനും. ഇതിനകത്ത് അങ്ങനെ അല്പസ്വല്പം ചേരുമ്പോൾ ഇതിനെ കൊണ്ടൊന്നും പിന്നെ പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, മീസാന്റെ പാഠങ്ങൾ എങ്ങനെയാ പ്രവാചകനും അതുപോലെ സഹാബാക്കളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആത്മവിശുദ്ധി നേടലിന്റെ ഒരു ഘട്ടത്തിൽ, അതിന്റെ മൂർധന്യത്തിൽ ബദറിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് സഹാബാക്കൾ. എന്നാൽ പിന്നെ അതിൽ തന്നെ കൂടാം എന്നവർ വിചാരിച്ചിട്ടില്ല. കാരണം ആ യുദ്ധത്തിന് വളരെ കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമര പോരാട്ടങ്ങളുടെ തീഷ്ണതയിലാണ് പടച്ച തമ്പുരാൻ പറയുന്നത് എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി ചാടി പുറപ്പെടരുത്. കുറെ ആളുകൾ തഫഖഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ് നേടാൻ, അവഗാഹം നേടാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വിജ്ഞാനം നേടാൻ, ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. കുറെ ആളുകൾ അങ്ങനെയും പോകണം. അപ്പോഴിങ്ങനെ ഏത് സന്ദർഭത്തിലും ഇപ്പറയുന്ന സമതുലനം വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇതിലുള്ള അതിരുകവച്ചിലുകൾ, തുടക്കത്തിൽ പറഞ്ഞ അത്തരത്തിലുള്ള ആശ്രമ മനസ്ഥിതി, സന്യാസ മനസ്ഥിതി മുതലായവയൊക്കെയും സൃഷ്ടിക്കുന്നത് അതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഈ ജീവിക്കുന്ന ലോകത്തെ വിട്ടിട്ട് അദൃശ്യചാരികളുടെ പിന്നാലെ പോകുന്നതിൻ്റെ നിമിത്തവും അതാണ്. അതുപോലെ തന്നെ വംശീയമായിട്ടുള്ള ഒരു സിദ്ധാന്തം, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ അതിൻ്റെ ആധാരത്തിൽ നിന്നുകൊണ്ടുള്ള ആയുധപ്രയോഗം, അതിലൂടെ മറ്റ് സമൂഹങ്ങളെ ഇല്ലാതാക്കൽ, അവരെ ബന്ധനസ്ഥരാക്കൽ, അവരെ അടിമകളാക്കൽ മുതലായിട്ടുള്ള സങ്കല്പങ്ങളും ആ സ്വഭാവത്തിൽ വരുന്നതാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. വളരെ കൃത്യമായി തന്നെ ദീനിനെ സന്തുലിതമായി, സമതുലിതമായി, അതിൻ്റെ ശരിയായ സമഗ്ര സ്വഭാവത്തിൽ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രതിവിധി എന്ന് കാണേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദീനിൻ്റെ വക്താക്കളായിക്കൊണ്ട്, സമൂഹത്തിൽ പരിവർത്തനകാരികളായിക്കൊണ്ട്, അങ്ങനെ സമൂഹത്തിനും കാലത്തിനും ചരിത്രത്തിനും ഉപകാരപ്പെടുന്നവരായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.